ഗുഡിയ തന്റെ സഹോദരൻ ഭോലു പിന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ രംഭയുടെ കൂടെയാണ് താമസിച്ചിരുന്നത്. ഭോലുവിന്റെ കല്യാണം കഴിഞ്ഞ അധികം നാളായിരുന്നില്ല. രംഭയാണെങ്കിലോ വളരെയധികം ദുഷ്ടത്തിയും കൗശലക്കാരിയുമായിരുന്നു. ഒരു ദിവസം രംഭ ഭർത്താവിനോട് സ്വകാര്യമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അല്ല, ഇതിങ്ങനെ എത്ര നാൾ തുടരും? നീ എന്താ പറയാൻ വരുന്ന രംഭ? നിങ്ങൾക്കാണെങ്കിൽ യാതൊരു കാര്യവും മനസ്സിലാകുന്നുമില്ല. ഇനി ഞാനൊന്നും പറയുന്നില്ല. ചേടാ, നീ ഒന്ന് പറയടാ. നിനക്ക് വേണ്ടി ഞാൻ എന്ത് വേണേലും ചെയ്യാൻ തയ്യാറാണ് രംഭ. അതെയോ? എന്തും? ആ, എന്തായാലും ശരി. അപ്പൊ നിങ്ങളുടെ സഹോദരി എന്തെങ്കിലും ചെയ്യൂ. എന്നെ എന്താ ഇതിനാണോ ഇവിടെ കൊണ്ടുവന്നത്? അതായത് നിങ്ങളുടെ സഹോദരിയുടെ വേലക്കാരിയാണോ ഞാൻ? പക്ഷെ രംഭ, ഗുഡിയ ചേച്ചി നിന്നെക്കാട്ടും കുറെ ജോലി ചെയ്യുന്നുണ്ടല്ലോ. ഭോലു രംഭയുടെ ദേഷ്യം കണ്ട് അവളുടെ സമീപത്ത് പോയി അവളുടെ ചെവിയിൽ മന്ത്രിച്ചു. നിനക്ക് ഈ കാര്യം ഇതുവരെ അറിയില്ലെന്നാ തോന്നുന്നത്. പക്ഷെ എന്റെ പാതി സ്വത്ത് എന്റെ അച്ഛൻ ഗുഡിയന്റെ പേരിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. അവരെന്താ വിചാരിച്ചെന്ന് വെച്ചാൽ അവര് പോയതിനു ശേഷം അവൾക്ക് ആ സ്വത്ത് കിട്ടുമെന്ന് വിചാരിക്കുന്നില്ല. പിന്നെ പ്രശ്നങ്ങളും വരും. അതുകൊണ്ടാണ് സ്ഥലവും പിന്നെ സ്വത്തുകളൊക്കെ ആദ്യം തന്നെ പിരിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പകുതി സ്വത്ത് ചേച്ചിയുടേതാണ്. അതുകൊണ്ട് നീ അവരെ പറ്റി ഇതുപോലെ ഒന്നും വർത്തമാനം പറയാൻ പാടില്ല. ഇത് കേൾക്കൂ, നിങ്ങൾ ഇപ്പോഴല്ലേ പറഞ്ഞത് എനിക്ക് വേണ്ടി നിങ്ങൾ എന്തും ചെയ്യുമെന്ന്, അല്ലേ? ഹാ, ഞാൻ പറഞ്ഞിരുന്നു. ശരി, പറയൂ, നിനക്ക് എന്താ വേണ്ടേ? ശരി, ഞാൻ പറയാം. രംഭ ഭോലുവിന്റെ ചെവിയിൽ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞു. ഭോലുവിന്റെ മുഖം പെട്ടെന്ന് പ്രസന്നമായി. രംഭ ഒന്ന് മന്ദഹിച്ചു. പക്ഷെ ഭോലു ചിന്താമഗ്നനായി. കുറച്ചു കഴിഞ്ഞപ്പോൾ ഭോലുവും രംഭയും കൂടി ഗുഡിയുടെ അടുത്തേക്ക് പോയി. ഗുഡിയ പച്ചക്കറികൾ അരിയുകയായിരുന്നു. രംഭ മന്ദഹിച്ചുകൊണ്ട് പറഞ്ഞു, ഇങ്ങോട്ട് തരൂ ചേച്ചി, ഞാൻ കട്ട് ചെയ്യാം. ഏയ് വേണ്ട വേണ്ട, ഒരു പ്രശ്നവുമില്ല, ഞാൻ തന്നെ മുറിച്ചോളാം. എന്താ കാര്യം? ഇന്ന് വളരെ സന്തോഷവതിയായി കാണുന്നുണ്ടല്ലോ രംഭ. അത് വന്നിട്ട് ചേച്ചി, ഞാനൊരു പുതിയ ബിസിനസ് തുടങ്ങാമെന്ന് വിചാരിക്കുന്നുണ്ട്. രംഭയുടെ അച്ഛനും ഇപ്പോൾ സിറ്റിയിലാണ് ഉള്ളത്. അദ്ദേഹം എന്താ പറഞ്ഞെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്താൽ അദ്ദേഹം എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയാണോ? ഇത് വളരെ വലിയൊരു കാര്യമാണല്ലോ ഭോലു. പിന്നെ എന്താ സംശയം? എന്നെ വിട്ടു പോകാൻ നിനക്കെന്താ തോന്നുന്നില്ലേ? അതെ ചേച്ചി, അത് തന്നെയാ കാര്യം. പിന്നെ വേറൊരു കാര്യമുണ്ട്, അത് ഭയം കൊണ്ട് ഞങ്ങൾക്ക് പറയാൻ പറ്റുന്നില്ല. ചേച്ചി സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ പറയട്ടെ. ഗുഡിയ ഭോലുവിന്റെ വിഷമിച്ച മുഖം കണ്ടിട്ട് രംഭയോട് ചോദിച്ചു, എന്താ നിങ്ങളുടെ പ്രശ്നം? നീ തന്നെ പറ രംഭ. അതായത് വിഷമം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഒരുപാട് പണമൊന്നും ഇല്ല ചേച്ചി. ഇദ്ദേഹം വിചാരിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഭൂമി വിറ്റിട്ട് കുറച്ച് പണം ഉണ്ടാക്കാമെന്നാണ്. പക്ഷെ അതും നടന്നില്ല. ഓ അതെയോ? അപ്പോ എത്ര പണത്തിന്റെ ആവശ്യമുണ്ട്? ഇതുവരെ പകുതി പൈസയെ സ്വരൂപിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. എന്റെ പേരിലും അച്ഛൻ പാതി സ്വത്തല്ലേ എഴുതി വെച്ചിരിക്കുന്നത്. അദ്ദേഹം അധ്വാനിച്ചുണ്ടാക്കിയ ഭൂമി വിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഇപ്പോൾ ഭോലുവിന് ആവശ്യമായി വന്നതുകൊണ്ട് എനിക്ക് യാതൊരു സംശയവും ഇല്ല. അതിൽ വന്ന കാര്യം സാധിച്ചതിൽ രംഭയുടെ മുഖത്ത് ഒരു മന്ദഹാസം വന്നു. അങ്ങനെ ഭാര്യയും ഭർത്താവും ചേർന്ന് ഗുഡിയയുടെ സൈൻ വാങ്ങി കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ എല്ലാ ഭൂമിയും വിറ്റു തുലച്ചു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എല്ലാവരും ചേർന്ന് ഇന്ന് ട്രെയിനിൽ കയറി നഗരത്തിലേക്ക് പോകുകയാണ്. ഞാൻ ഇന്ന് വരെ നഗരത്തിൽ പോയിട്ടേയില്ല. പക്ഷെ അച്ഛൻ പറഞ്ഞത് എന്നെ ഏതെങ്കിലും ദിവസം കൊണ്ടുപോകുമെന്നാണ്. അതെ ചേച്ചി, അതുകൊണ്ടല്ലേ നമ്മൾ സിറ്റിയിലേക്ക് പോകുന്നത്. അതുകൊണ്ട് അച്ഛന്റെ ആഗ്രഹവും നടക്കാൻ പോകുന്നുണ്ടല്ലോ. നീ എന്നെ നിങ്ങളുടെ കൂടെ കൂട്ടി വലിയ കാര്യം ചെയ്തത് പോലു. എനിക്ക് ഒറ്റക്ക് താമസിക്കാൻ ഒട്ടും തന്നെ ഇഷ്ടമല്ല. അല്ല ചേച്ചി, നിങ്ങളുടെ കാരണം കൊണ്ടാണ് നഗരത്തിലേക്ക് പോകാനുള്ള പണം റെഡിയായത്. പിന്നെ ഇദ്ദേഹത്തിന്റെ ബിസിനസിന്റെയും. എനിക്ക് ഇത്രമാത്രമല്ലേ ചെയ്യാൻ കഴിയൂ രംഭ. അങ്ങനെ സംസാരത്തിനിടയിൽ ഒരുപാട് സമയം കടന്നുപോയി. മൂവരും ഏതോ ഒരു സ്റ്റേഷനിലേക്ക് എത്തിച്ചേർന്നു. ഭോലുവും രംഭയും ഗുഡിയയും സ്റ്റേഷനിലേക്ക് ഇറങ്ങി വന്നു. എന്താ, നമ്മൾ നഗരത്തിലേക്ക് എത്തിയോ ഭോലു? അതെ ചേച്ചി, നമ്മൾ വന്നിട്ടുണ്ട്. എനിക്ക് വല്ലാതെ വിശക്കുന്നുണ്ട്. ഇല്ല രംഭേ? ആ, എനിക്ക് വിശക്കുന്നുണ്ട്. അങ്ങോട്ടേക്ക് നോക്കൂ, അതൊരു സമൂസ കടയാണെന്നാ തോന്നുന്നത്. ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. എനിക്കത് കഴിക്കണമെന്നുണ്ട്. ആ ശരി, നിങ്ങൾ ക്യൂവിൽ പോയി നിന്നോളൂ, എന്നിട്ട് സമൂസ വാങ്ങിക്കോളൂ. ശരി, നിങ്ങൾ പറയുന്നത് പോലെ. ഭോലുവും രംഭയും ട്രെയിനിൽ കയറിയിരുന്നു. ഗുഡിയാണെങ്കിലോ സമൂസ വാങ്ങാൻ വേണ്ടി ക്യൂ നിൽക്കുന്നുണ്ടായിരുന്നു. രംഭ, നീ പറയുന്നൊക്കെ ശരിയായിട്ട് വരുമോ? നിങ്ങളൊന്നും മിണ്ടാതിരിക്കൂ. നമുക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടുകയില്ല. നിങ്ങളൊന്ന് ശാന്തനായി ഇരിക്കൂ. ഇതിൽ യാതൊരു വിഷമവും വേണ്ട. യഥാർത്ഥത്തിൽ രംഭയും ഭോലുവും ഗുഡിയെ അവിടെ തന്നെ വിട്ട് തിരിച്ചു പോകാനുള്ള ശ്രമത്തിലായിരുന്നു. കാരണം പണം കിട്ടിയതിനു ശേഷം ഗുഡിയ അവർക്കൊരു ശല്യമായി മാറി. കുറച്ചു സമയം കൊണ്ട് ട്രെയിൻ അവിടെ നിന്ന് പോയി. ഗുഡിയാണെങ്കിലോ
സമൂസയും വാങ്ങി മറ്റു രണ്ടുപേരെയും കാത്തിരിക്കുകയായിരുന്നു. എനിക്കറിയില്ല അവർ രണ്ടുപേരും എപ്പോ വരുമെന്ന്. സമൂസ ആണെങ്കിൽ തണുത്തു പോകുന്നുണ്ട്. സാരമില്ല, ബോലു ഒന്ന് ഇങ്ങോട്ട് വന്നോട്ടെ. ഇന്ന് ഞാൻ നന്നായി വഴക്ക് പറയും. നിഷ്കളങ്കയായ ഗുഡിയ, അവൾ ചെറുപ്പം മുതലേ ബോലുവിനെ ഇത്രയേറെ സ്നേഹിച്ചിരുന്നു. അവൻ അവളുടെ സ്വന്തം സഹോദരനല്ലായിരുന്നെങ്കിൽ പോലും ആ ബോലുവാണ് ഗുഡിയെ എന്ന് തനിച്ച് റെയിൽവേ സ്റ്റേഷനിൽ ഒറ്റയ്ക്കായി പോയത്. കുറച്ചു സമയം കഴിഞ്ഞപ്പോഴേക്കും ഇരുട് വ്യാപിച്ചു തുടങ്ങി. ഗുഡിയ പെട്ടെന്ന് എഴുന്നേറ്റു. എന്നിട്ട് സമീപത്ത് നിന്ന സ്റ്റേഷൻ മാസ്റ്ററോട് ചോദിക്കാൻ തുടങ്ങി. അല്ല മാസ്റ്റർ സർ, എന്റെ കൂടെ സഹോദരനും അദ്ദേഹത്തിന്റെ പത്നിയും ഉണ്ടായിരുന്നു. ഞാൻ മണിക്കൂറുകളായി അവരെ കാത്തിരിക്കുകയാണ്. പക്ഷെ അവർ ഇതുവരെ വന്നില്ല. അങ്ങനെയാണോ? നോക്കുമോളെ, ഇതുവരെ ഇവിടെ ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടായിട്ടില്ല. പക്ഷേ എനിക്കിത് പറയാൻ തന്നെ വല്ലാതെ വിഷമമുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ അവര് രണ്ടുപേരും വേണ്ടത്രയാണ് നിന്നെ ഇട്ടിട്ട് പോയിരിക്കുന്നത്. ഇല്ല ഇല്ല, അങ്ങനെയൊന്നും സംഭവിക്കുകയില്ല. എന്റെ പോലും ഒരിക്കലും എന്നോടത് ചെയ്യില്ല. അവന് വേണ്ടിയാ ഞാൻ ഈ സമൂസ മുഴുവൻ വാങ്ങി വെച്ചത്. പക്ഷെ അവൻ ഇതുവരെ തിരിച്ചു വന്നില്ല. ഇവിടെ നോക്കുമോളെ, ഞാൻ പല വർഷങ്ങളായിട്ട് ഇവിടെ സ്റ്റേഷൻ മാസ്റ്റർ ആയിട്ട് നിൽക്കുകയാണ്. പിന്നെ ഞാൻ ഇതുപോലെ പല സംഭവങ്ങളും ഇതുപോലെ കണ്ടിട്ടുണ്ട്. ഒരു പക്ഷേ അവർ നിന്നെ മറന്നു വിട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഈ നേരത്തെ അവർ തിരിച്ചു വന്ന് നിന്നെ കൂട്ടിക്കൊണ്ടു പോയിട്ടുണ്ടാവും. ഗുഡിയയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ വന്നു. അവൾക്ക് ഈ കാര്യങ്ങൾ വിശ്വസിക്കാനേ പറ്റിയില്ല. അതായത് യഥാർത്ഥത്തിൽ ബോലു അവളോടിങ്ങനെ ചെയ്യുമെന്ന്. എനിക്ക് ഉറപ്പായിട്ട് തോന്നുന്നുണ്ട് മോളെ, അവര് രണ്ടുപേരും നിന്നെ വിട്ടിട്ടാണ് പോയിട്ടുള്ളത്. ബോലു, രംഭാ. 2 ദിവസം കടന്നുപോയി. ഗുഡിയ ഇതുവരെ ഒരു തുള്ളി ഭക്ഷണം കഴിച്ചില്ല. അവളുടെ അവസ്ഥ വളരെ മോശമായി കൊണ്ടേയിരുന്നു. സ്റ്റേഷൻ മാസ്റ്റർ അവളുടെ ഈ അവസ്ഥ കണ്ട് അവൾക്കായി ഭേൽപുരി വാങ്ങിക്കൊണ്ടുവന്നു. ഇത് നോക്കുമോളെ, എനിക്കൊരു പെണ്ണുണ്ടെങ്കിൽ അവള് നിന്നെ പോലെ തന്നെയാണ് ഉണ്ടാവുക. അവള് ചെറുപ്പത്തിൽ തന്നെ കാണാതെ പോയി. നീ കഷ്ടപ്പെടുന്നത് എനിക്ക് കാണാൻ സഹിക്കാൻ പറ്റുന്നില്ല. നീ ഒരു കാര്യം ചെയ്യ്, നീ എന്റെ കൂടെ വീട്ടിലേക്ക് വന്നേക്ക്. പിന്നെ ഇതാ വളരെ അത്ഭുതമായിട്ട് നല്ല കാര്യമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് കഴിച്ചോ മോളെ? എനിക്ക് കഴിക്കാൻ തോന്നുന്നില്ല മാസ്റ്റർ. എനിക്കോ യാതൊരു കാര്യവും മനസ്സിലാകുന്നില്ല. ഇത് നോക്കുമോളെ, വളരെ കുറച്ച് കഴിച്ചാൽ മതി. എന്റെ ഭാര്യ വളരെ നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കും. നീ ഇങ്ങനെ തന്നെ സ്റ്റേഷനിൽ ഇരിക്കുന്നത് അത് വളരെ നല്ല കാര്യമല്ല മോളെ. ഗുഡിയയുടെ കണ്ണുകൾ ഇപ്പോൾ സ്തബ്ധമായിരുന്നു. അവൾക്കിപ്പോൾ യാതൊരു വികാരങ്ങളും വന്നില്ല. പക്ഷെ അവൾ ബേൽപുരി കഴിച്ചപ്പോഴേക്കും അവളുടെ മനസ്സൊന്ന് ശാന്തമായി. നല്ല രുചിയുണ്ട്. ശരി, വാ മോളെ, ഇപ്പൊ വീട്ടിലേക്ക് പോവാം. ഞാൻ എന്റെ ഭാര്യനടുത്ത് മുമ്പ് തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അവൾ തീർച്ചയായിട്ടും നിനക്ക് എന്തെങ്കിലും ചെയ്തു വെച്ചിട്ടുണ്ടാവും. ഗുഡിയ സ്റ്റേഷൻ മാസ്റ്ററുടെ വീട്ടിലേക്ക് വന്നു. അവൾ അദ്ദേഹത്തോടും അദ്ദേഹത്തിന്റെ ഭാര്യയോടുമായി പറഞ്ഞു, ഞാൻ ആഗ്രഹിക്കുന്നില്ല ദിവസം മുഴുവനും ഞാൻ ഈ വീട്ടിൽ വാടക തരാതെ താമസിക്കുമെന്ന്. ദയവ് ചെയ്ത് എനിക്ക് എന്തെങ്കിലും ഒരു ജോലി തരൂ മാസ്റ്റർ. ഈ നോക്കുമോളെ, സ്റ്റേഷനിൽ എനിക്ക് തന്നെ ഒരു കടയുണ്ട്. നീ അത് നിനക്ക് ഇഷ്ടം പോലെ തോന്നുമാതിരി നീ ചെയ്താൽ മതി. പിന്നെ എന്തുപോലെ നിനക്ക് ഉണ്ടാക്കണം ചെയ്താൽ നീ അതുപോലെ ചെയ്തോളൂ. ആ മോളെ, ഞാനും നിന്നെ കടയിൽ വന്ന് സഹായിക്കാം. ഞാൻ പകല് മുഴുവൻ ഇവിടെ വെറുതെ ഇരിക്കുകയാണ്. എനിക്ക് വല്ലാത്ത ഏകാന്തത തോന്നുന്നു. എന്റെ മനസ്സൊട്ടും സുഖമില്ലായിരുന്നു. പക്ഷെ ആ ബേൽപുരി കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാതെ സന്തോഷം തോന്നി. ഞാനും അത് തന്നെ വിൽക്കും. ശരി മോളെ, ഞങ്ങളുടെ എല്ലാ അനുഗ്രഹങ്ങളും നിന്റെ കൂടെ തന്നെ ഉണ്ടാകും. കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞു. ഗുഡിയയുടെ കട നല്ല രീതിയിൽ നടക്കുന്നുണ്ടായിരുന്നു. ഗുഡിയ ബേൽപുരി ഒരു പ്രത്യേക രീതിയിലാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ചട്നിയെല്ലാം ചേർത്ത്. വരൂ, ചട്നി ബേൽപൂരി കഴിക്കൂ. മധുരമോ എരിവോ ഏത് രീതിയിൽ കഴിക്കണോ അങ്ങനെ ഉണ്ടാക്കി തരാം. കടയിലേക്ക് ഒരുപാട് പേർ വരാൻ തുടങ്ങി. കുറച്ചു ദിവസങ്ങളെ ആയുള്ളൂവെങ്കിലും ബേൽപുരി കട വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ തുടങ്ങി. സ്റ്റേഷൻ മാസ്റ്റർ വന്നു. ഇപ്പോൾ കുറച്ച് ദിവസം ആയിട്ടുള്ളൂ. അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ നിന്റെ കട വളരെ നന്നായിട്ട് പോകുന്നുണ്ടോ? ഇതേപോലെ പോയിക്കൊണ്ടിരുന്നാൽ നീ തീർച്ചയായിട്ടും വലിയ വ്യാപാരിയാവും. അച്ഛനും ഇങ്ങനെ പറയാണോ? അച്ഛാ? ഇത് കേട്ട് സ്റ്റേഷൻ മാസ്റ്ററുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ വരാൻ തുടങ്ങി. അദ്ദേഹത്തിന് തോന്നി ഗുഡിയ തങ്ങളെ തന്റെ മാതാപിതാക്കളായി അംഗീകരിച്ചു കഴിഞ്ഞു എന്ന്. നീ ഇപ്പോൾ ഞങ്ങളുടെ തന്നെ മകളാണ് ഗുഡിയ. എന്ത് കാര്യങ്ങളുണ്ടായാലും ഞങ്ങൾ നിന്റെ കൂടെ ജീവിതകാലം മുഴുവനും ഉണ്ടാകും. നിങ്ങൾ രണ്ടുപേരും ആ സമയത്താണ് മാതാപിതാക്കളായി വന്നത്. അതായത് എനിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുണ്ടായ സമയത്ത്. നിങ്ങൾ രണ്ടുപേരും എനിക്ക് ഈശ്വരനിൽ കുറഞ്ഞതൊന്നുമല്ല. കുറച്ചു മാസങ്ങൾ കടന്നുപോയി.
ഇപ്പോൾ ഗുഡിയയുടെ പേരിൽ ആ സ്റ്റേഷനിൽ തന്നെ 4 കടകൾ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ചു മാസങ്ങൾ കഴിഞ്ഞ് അവിടെ ഒരു പ്രത്യേക സംഭവം നടന്നു. ഭോലുവും രംഭയും ഗുഡിയയുടെ കടയിലേക്ക് വന്നു. ഒരു ബേൽപൂരി തന്നേക്ക്. അല്ല ഭോലു, നീ ചേച്ചി നിങ്ങളിവിടെ എന്താണ് ചെയ്തോണ്ടിരിക്കുന്നത്? ആരെങ്കിലും ദയവ് തോന്നി കടയിൽ ജോലി കൊടുത്തിട്ടുണ്ടാകും. ശരി, ഇപ്പൊ ഞങ്ങക്ക് 2 ബേൽപൂരി താ. ശരി, ഇപ്പോൾ കൊണ്ടുവരാം. 2 പേരും ബേൽപൂരി കഴിച്ചുകൊണ്ട് സംസാരിച്ചു നിൽക്കാൻ തുടങ്ങി. ശരി, ഇപ്പൊ നിങ്ങൾക്ക് യാതൊരു വിഷമവും ഇല്ലല്ലോ? ഒന്നുമില്ലെങ്കിൽ ഇവൾക്ക് എന്തെങ്കിലും ഒരു ജോലി കിട്ടിയില്ലേ? ആ, പുറപ്പെടാം. അപ്പോഴാണ് അങ്ങോട്ടേക്ക് സ്റ്റേഷൻ മാസ്റ്റർ വന്നത്. എന്നിട്ട് ഗുഡിയോട് പറഞ്ഞു, ഇവിടെ നോക്കുമോളെ, നമ്മുടെ 4 കടയിൽ നിന്ന് പങ്ക് നമുക്ക് വന്നിട്ടുണ്ട്. പിന്നെ സന്തോഷമുള്ള കാര്യം കേൾക്ക്. എന്താ കാര്യം അച്ഛാ? ഈ മാസത്തിൽ വന്നിരിക്കുന്ന ലാഭം നമുക്ക് ലക്ഷക്കണക്കിനാണ് വന്നിരിക്കുന്നത്. ഇതെല്ലാം നിങ്ങളുടെ അനുഗ്രഹമാണ് അച്ഛാ. അച്ഛനില്ലായിരുന്നെങ്കിൽ എന്റെ അച്ഛനായി എനിക്ക് വേറെ ആരെയും കാണാൻ പറ്റില്ലായിരുന്നു. ലക്ഷങ്ങളുടെ ലാഭമോ? നിങ്ങൾ കേട്ടോ? ആ ഞാൻ കേട്ടു രംഭ. പക്ഷേ ഒന്നുമില്ല. നിങ്ങൾ എന്റെ കൂടെ വാ. രംഭ ബോലുവിനെയും കൊണ്ട് ഗുഡിയയുടെ അടുത്തേക്ക് എത്തി. ചേച്ചി, ഞാൻ പറയുന്ന ഒന്ന് കേൾക്കൂ. ആ ദിവസം നിങ്ങളെ മറന്ന് ഞങ്ങൾ വീണ്ടും യാത്ര ചെയ്തു. പണം ഏർപ്പാട് ചെയ്യുന്നതിൽ ഞങ്ങൾ പരാജയപ്പെട്ടു. അതുകൊണ്ടാണ് ഞങ്ങൾ വീണ്ടും ഇവിടെ വന്നത്. അല്ലേ ചേട്ടാ? അതെ ചേച്ചി, ഇവൾ പറഞ്ഞത് ശരിയാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ തന്നെ വന്നേക്ക്. ഞങ്ങളോട് ക്ഷമിക്കണം ചേച്ചി. ഞാൻ എത്ര ദിവസങ്ങളായി ഉറങ്ങിയിട്ടെന്നോ അങ്ങയെ ആലോചിച്ച്. ഇപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമാണ് നിങ്ങളുടെ ബിസിനസ് വിജയിച്ചത്. അതെ ചേച്ചി, ഞങ്ങൾ വല്ലാതെ തന്നെ ശോകത്തിലായിരുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് മാപ്പ് തരില്ലേ? നിങ്ങൾ 2 പേരെയും. വേണ്ട അച്ഛാ, ഇവരോട് എന്തിനാ ദേഷ്യപ്പെടുന്നത്? പിന്നെ പോലും ഇക്കാര്യത്തിൽ മാപ്പപേക്ഷിക്കേണ്ട ഒരു കാര്യവും ഇല്ല. നിങ്ങൾ എന്ത് കാര്യത്തിനാണോ എന്നോട് അങ്ങനെ ചെയ്തത്, ഇനി ആരുടെയെങ്കിലും വാക്ക് കേട്ടാണോ അങ്ങനെ ചെയ്തത്? പക്ഷെ സത്യം ഇതാണ്, മാസ്റ്ററിനേക്കാളും വലിയ ഒരാൾ എന്റെ ഈ ജീവിതത്തിൽ വേറെ ആരുമില്ല. ചേച്ചി, ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് ബേൽപൂരി ഇഷ്ടപ്പെട്ടെന്നാണ്. നിങ്ങൾ വീണ്ടും വരണം. രംഭയുടെയും ഭോലുവിന്റെയും ശബ്ദം അവരുടെ തന്നെ തൊണ്ടയിൽ കുടുങ്ങി. 2 പേരും നിരാശരായി അവിടെ നിന്നും യാത്ര തുടങ്ങി. ഇത് നോക്കുമ്പോളെ, ദയവായിട്ട് എന്നോട് ക്ഷമ പറയണം. ഞാൻ അവര് മേലുള്ള ദേഷ്യപ്പെടാൻ പാടില്ലല്ലേ? ഇല്ല അച്ഛാ, തെറ്റ് എന്റെ ഭാഗത്താണ്. പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ ഇങ്ങനെയുള്ള ആളുകളോട് സംസാരിക്കുന്നെന്ന്. അച്ഛന്റെയും അമ്മയുടെയും സ്നേഹം എനിക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. ഞാൻ നിങ്ങളെ ഒരിക്കലും വിട്ടുപോകുകയില്ല. മാത്രമല്ല, ഈ ബേൽപൂരി കട ഞാൻ ഇനിയും ഉയരങ്ങളിലെത്തിക്കും. ഗുഡിയ അങ്ങനെ പ്രതിജ്ഞയെടുത്തു. അതായത് അവൾ ഈ കട വിട്ടു പോകുകയില്ല എന്ന്. കുറച്ച് നല്ല മനുഷ്യരുടെ സഹായം കൊണ്ട്, പിന്നെ അവളുടെ നല്ല മനസ്സുകൊണ്ടും അവൾ ഇപ്പോൾ ഒരു ബിസിനസ് വുമണായി മാറി. അവളുടെ പുറകെ അനുഗ്രഹങ്ങൾ തേടി വന്നു.